ശില്പിയുടെ കരവിരുതും വാസ്തുശില്പത്തിന്റെ അടയാളപ്പെടുത്തലും ഒന്നിച്ചു വരുന്ന കൽമണ്ഡപങ്ങൾ നമ്മളിൽ എത്ര പേർ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ലെങ്കിൽ നേരെ പോരൂ തിരുവനന്തപുരം ആറ്റിങ്ങലിനടുത്തുള്ള ആനുപാറയിലേക്ക്. അവിടെ നമുക്ക് കാണാം ചരിത്രമുറങ്ങുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുട്ടണാച്ചി എന്ന കൽമണ്ഡപം. ഒരു വശത്ത് കുളിരോളങ്ങളുമായി ഒഴുകിയെത്തുന്ന മാമന്മാര്, അതിൽ 131 വർഷത്തെ ചരിത്രമുറങ്ങുന്ന അത്ഭുത നിർമ്മിതിയായ കല്ലണ, മറുവശത്ത് നൂറ്റാണ്ടുകളുടെ തലയെടുപ്പുമായി നിൽക്കുന്ന കൽമണ്ഡപം, അതാണ് കുട്ടണാച്ചി. ആറ്റിങ്ങൽ ആനുപാറയിൽ പാറയുടെ മുകളിൽ നിർമ്മിച്ചിട്ടുള്ള കൽമണ്ഡപം അനിഴൽ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് ചരിത്രം. ഒരു വഴി കിണറുണ്ടായിരുന്നു, ഒരു കൽത്തൊട്ടി ഉണ്ടായിരുന്നു. അതായത് രാജകുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക്, പ്രധാനപ്പെട്ട ആളുകളുടെ രാജപാതയിലൂടെ സഞ്ചാരത്തിനിടയ്ക്ക് വിശ്രമിക്കുന്നതിനുള്ള ഒരു പ്രദേശമാണ്. ഇന്നിപ്പോൾ ഒരു പക്ഷേ വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു കൽമണ്ഡപമാണ് ഈ കുട്ടണാച്ചി. കല്ലിൽ തീർത്ത ഈ മണ്ഡപത്തിന് എങ്ങനെ കുട്ടണാച്ചി എന്ന് പേര് വന്നതിലും കഥകളേറെയാണ്. ആറ്റിങ്ങൽ മഹാറാണിമാർ അമ്മമാരോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കാം ഈ ശില്പത്തിന് ഒരു സ്ത്രീ ശില്പം ഉണ്ടാക്കിയതും അതിന് കുട്ടണാച്ചി എന്ന പേരിട്ടതെന്നും ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഒരു അമ്മയുമായി ബന്ധപ്പെട്ട, ഇവിടെ വിശ്രമത്തിന് വരുന്ന ആളുകൾക്ക് വേണ്ട പരിചരണമൊക്കെ നൽകിയിരുന്ന ഒരു പൊക്കം കുറഞ്ഞ അമ്മ ഉണ്ടായിരുന്നു അത്രേ. ആ അമ്മയെ വിളിച്ച പേരാണ് കുട്ടണാച്ചി എന്നും കാലക്രമേണ ഇതിനെ കുട്ടണാച്ചി എന്ന് വിളിക്കും. തൂണുകളിലും മേൽക്കൂരകളിലുമെല്ലാം മനോഹരമായ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. വിളക്കേന്തി നിൽക്കുന്ന സാലപഞ്ചക രൂപങ്ങളുള്ള നിറയെ കൊത്തുപണികളുള്ള അപൂർവമായ ഒരു വഴിയമ്പലമാണിത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരു കോട്ടവും തട്ടാതെ ഈ മണ്ഡപം ഇന്നും കാണികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പോലും ഇന്ന് ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ വിരളമായി മാത്രമാണ് കാണാൻ കഴിയുക. ഇവയെ സംരക്ഷിക്കേണ്ടത് ചരിത്ര സംരക്ഷണം എന്നതിനപ്പുറത്തേക്ക് ചരിത്രത്തിന്റെ വീണ്ടെടുപ്പ് കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് റിജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.